അപ്പോൾ ഉച്ചക്കത്തേക്ക് ഒരു ഊണ് റെഡിയാക്കിയാലോ? ഞായറാഴ്ചയാണ്, ചേട്ടായി വീട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി ഒന്നെങ്കിൽ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അരി അടുപ്പത്തിടാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. കോവയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കാം. പിന്നെ മീൻ മേടിച്ചിട്ടുണ്ട്, വലിയ മീനാണ് അത്, മറ്റേ കേര. അപ്പോൾ അത് പെട്ടെന്ന് മുളകിട്ട് കോട്ടയം സ്റ്റൈൽ, നമ്മുടെ ഇടുക്കി സ്റ്റൈൽ കറി പെട്ടെന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ കോവയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കുവാണ്. നമ്മുടെ വീട്ടിലത്തെ കോവയ്ക്ക മമ്മി തന്നു വിട്ടതാട്ടോ വീട്ടിൽ നിന്ന്, സ്വന്തം കോവയ്ക്ക, വിഷമൊന്നുമില്ല. അപ്പോൾ ഈ കയ്യേറിയിട്ട് അരിഞ്ഞാൽ എനിക്ക് ഇച്ചിരി സ്പീഡ് കിട്ടത്തുള്ളൂ. കട്ടിംഗ് ബോർഡൊക്കെ വെച്ച് എനിക്ക് ഒത്തിരി സമയം എടുക്കും. അപ്പോൾ മീൻ കറിയിലേക്കുള്ള വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് സഹായിക്കും ചേട്ടായിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പണിയൊക്കെ കൊടുത്തിട്ടുണ്ടേക്കും. അല്ലെങ്കിൽ അവിടെ വന്നിട്ട് വർത്താനം പറഞ്ഞിട്ടാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യും കേട്ടോ. ആരെങ്കിലുമൊക്കെ മിണ്ടാനും പറയാനും ഉണ്ടെങ്കിൽ നമ്മുടെ പണികൾ പെട്ടെന്ന് തീരുമല്ലോ. അപ്പോൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ് ചേട്ടായിക്ക് ഇൻട്രസ്റ്റാണ്. പക്ഷേ ഈ കുക്കിംഗ് അത്ര പറ്റത്തില്ല. അങ്ങനെ അപ്പോൾ ഈ എളുപ്പത്തിലുള്ളൊരു മീൻ കറിയാണ് കേട്ടോ നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അരിക്കുള്ള വെള്ളമൊക്കെ വെച്ചിരുന്നത് ചൂടായി. അപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ അരി കഴിയിട്ടുണ്ട്. എൻ്റെ ഒരു വിശ്വാസം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തെ വിഷാംശം എല്ലാം നശിച്ചു പോകുന്നത്. കുറച്ച് നേരം കുതിരാനൊക്കെ ഇടാറുണ്ട് സമയമുള്ളപ്പം. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അപ്പം തന്നെ അങ്ങ് ഇട്ടു. പിന്നെ മീൻ കറി നല്ല എളുപ്പമാട്ടോ ഈ മീൻ കറി ഉണ്ടാക്കാനായിട്ട്. ഇത് എണ്ണ ഒഴിക്കുക, കടുകിടുക, ഉലുവയിടുക, അത് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഇട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ബാക്കി പൊടികളും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രം മതി. രണ്ടും ആവശ്യത്തിനിട്ട് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് പുളിവെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ചൂടുവെള്ളം കൂടെ ചേർത്ത് ചാറാക്കിയതിന് ശേഷം കഷ്ണങ്ങളിട്ട് നല്ല ഇതാക്കിയിടും. കോട്ടയം സ്റ്റൈൽ മീൻകറി, ഇടുക്കി സ്റ്റൈൽ മീൻകറി. അങ്ങനെ അതിനിടയ്ക്ക് ഞാൻ ഇച്ചിരി മാങ്ങാ ചമ്മന്തി അരച്ചായിരുന്നു. പിന്നെ ഇന്നലത്തെ രസം മിച്ചമുണ്ടായിരുന്നു, അത് റെഡിയാക്കി. പിന്നെ 2 മീൻ വറുത്തതുണ്ടായിരുന്നു, അതാക്കി. പപ്പടം കാച്ചിയായിരുന്നു. പിന്നെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി. അങ്ങനെ നമ്മുടെ ഊണിവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ ഊണ് കഴിക്കുവാണേ. അപ്പോൾ എന്നെ കുറേയധികം പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം ഒരുപാട് നന്ദി. തുടർന്നുള്ള നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.